ഓം ശാന്തി. 21/3/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ശ്രീമതത്തിലൂടെ മംഗളകാരിയാകണം. എല്ലാവർക്കും സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കണം. ചോദ്യം: ഏതെങ്കിലും പ്രകാരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാനുള്ള മുഖ്യ കാരണം എന്താണ്? ഉത്തരം: ദേഹാഭിമാനം. ദേഹാഭിമാനം കാരണം തന്നെയാണ് കുട്ടികളിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകുന്നത്. അവർക്ക് സേവനവും ചെയ്യാൻ സാധിക്കില്ല. അവരിൽ നിന്നും എല്ലാവരും വെറുക്കുന്ന രീതിയിലുള്ള കർമ്മമാണ് ഉണ്ടാവുക. ബാബ പറയുന്നു, കുട്ടികളെ, ആത്മാഭിമാനിയായി മാറൂ. ഒരു അകർത്തവ്യവും ചെയ്യരുത്. പാൽക്കടലായി മാറി സേവനത്തിന്റെ നല്ല നല്ല പ്ലാനുകൾ ഉണ്ടാക്കൂ. മുരളി കേട്ട് ധാരണ ചെയ്യൂ. ഇതിൽ അശ്രദ്ധരാകരുത്. ഗീതം: ആകാശ സിംഹാസനം ഉപേക്ഷിച്ച് വന്നാലും. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് വേണ്ടി ആത്മീയ അച്ഛന്റെ ശ്രീമതം. ഇപ്പോൾ നമ്മൾ എല്ലാ സെന്ററിലും ഉള്ള കുട്ടികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ത്രിമൂർത്തി, ഗോളം, വൃക്ഷം, ഏണിപ്പടി, ലക്ഷ്മി നാരായണന്റെ ചിത്രം, കൃഷ്ണന്റെ ചിത്രം, മുഖ്യമായും 6 ചിത്രങ്ങളാണ് ഉള്ളത്. ഇത് പൂർണമായ ചിത്രപ്രദർശനിയാണ്. ഇതിലെല്ലാ സാരവും വരുന്നുണ്ട്. എങ്ങനെയാണോ നാടകത്തിന് വേണ്ടി ബാനറുകൾ തയ്യാറാക്കാറുള്ളത്, അത് മഴ പെയ്താലും കേടുവരികയില്ല. അതുപോലെ മുഖ്യ ചിത്രങ്ങൾ ഉണ്ടാക്കണം. കുട്ടികൾ ആത്മീയ സേവനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഭാരതവാസി മനുഷ്യരുടെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതം ലഭിക്കുന്നു. പാടാറുണ്ട്, മംഗളകാരിയായ ബാബയുണ്ടെങ്കിൽ തീർച്ചയായും ആരെങ്കിലും അമംഗളത്തിനും ഉണ്ടാകും. ഇത് കാരണം തന്നെ ബാബയ്ക്ക് വീണ്ടും മംഗളം ചെയ്യേണ്ടതുണ്ട്. ആത്മീയ കുട്ടികൾ ആരുടെയാണോ മംഗളം നടന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണോ ആദ്യം നമ്മൾ, പിന്നീട് മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. എങ്ങനെ മംഗളം ചെയ്യണം എന്ന ചിന്ത ബാബയ്ക്കും നടന്നുകൊണ്ടിരിക്കുന്നു. യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. 6x9 സൈസ് ഷീറ്റിൽ ഈ ചിത്രം ഉണ്ടാക്കണം. ഡൽഹി പോലുള്ള പട്ടണങ്ങളിൽ വളരെയധികം ആൾക്കാർ വരാറുണ്ട്. അവിടെയാണ് ഗവൺമെന്റ് അസംബ്ലിയും ഉണ്ടാവാറുള്ളത്. സെക്രട്ടേറിയറ്റിലേക്ക് ധാരാളം പേർ വരാറുണ്ട്. അവിടെ ഈ ചിത്രങ്ങൾ വെക്കണം. അനേകരുടെ മംഗളാർത്ഥം ബാബ നിർദ്ദേശം നൽകുന്നു. ഇങ്ങനെ ടിൻ ഷീറ്റുകളിലും ധാരാളം ചിത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ദേഹി അഭിമാനിയായി മാറി സേവനത്തിൽ മുഴുകണം. ബാബ നിർദ്ദേശം നൽകുകയാണ്, ഈ ചിത്രങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാക്കണം. ഈ 6 ചിത്രങ്ങൾ മുഖ്യ സ്ഥാനത്ത് തന്നെ വെക്കണം. അഥവാ മുഖ്യമായ സ്ഥാനത്ത് തന്നെയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത് 100 കണക്കിന് ആളുകൾ മനസ്സിലാക്കാൻ വരും. പക്ഷെ കുട്ടികളിൽ ദേഹാഭിമാനം ഉണ്ടാകുന്നത് കാരണം വളരെയധികം തെറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പക്കാ ദേഹി അഭിമാനിയാണെന്ന് ഒരിക്കലും കരുതരുത്. തെറ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. സത്യം പറയുന്നതേയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഇതിൽ ദേഹാഭിമാനം ഉണ്ടെന്ന വെറുപ്പിന്റെ ദൃഷ്ടി വരുന്ന തരത്തിലുള്ള ഒരു കർത്തവ്യവും ചെയ്യരുത്. നിങ്ങൾ സദാ യുദ്ധമൈതാനത്തിലാണ്. ചില സ്ഥലങ്ങളിൽ 10-20 വർഷം വരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. മായയുമായി നിങ്ങളുടെ യുദ്ധം അവസാനം വരെ നടക്കണം. പക്ഷെ ഗുപ്തമാണ്. ഇതൊരാൾക്കും അറിയുകയില്ല. ഗീതയിൽ മഹാഭാരത യുദ്ധം കാണിക്കുന്നുണ്ട്. എന്നാൽ അത് സ്ഥൂലമായാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് ആത്മീയമാണ്. പാണ്ഡവരുടെ ആത്മീയ യുദ്ധമാണ്. നിങ്ങൾ ബ്രാഹ്മണകുലഭൂഷണരുടേത് പ്രീതബുദ്ധിയാണ്. നിങ്ങൾ മറ്റെല്ലാ കൂട്ടും വിട്ട് ബാബയുടെ കൂട്ടുമായി ചേരണം. വളരെ പ്രാവശ്യം ദേഹാഭിമാനത്തിൽ വന്നത് കാരണം മറന്നുപോകുന്നു.
പിന്നീട് അവരുടെ പദവി തന്നെ ഭ്രഷ്ടമാകുന്നു. പിന്നീട് അവസാനം വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് കൽപ്പകൽപ്പത്തെ കളിയാണ്. ഈ സമയം എന്തെങ്കിലും അകർത്തവ്യം ചെയ്യുകയാണെങ്കിൽ കൽപ്പകൽപ്പാന്തരത്തിലേക്ക് പദവി ഭ്രഷ്ടമാക്കുന്നു, വളരെയധികം നഷ്ടമുണ്ടാക്കുന്നു. ബാബ പറയുന്നു, ആദ്യം നിങ്ങൾ 100% നഷ്ടത്തിലായിരുന്നു. പിന്നീടിപ്പോൾ 100% ലാഭത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനാൽ ശ്രീമതമനുസരിച്ച് നടക്കണം. ഓരോ കുട്ടികൾക്കും മംഗളകാരിയായി മാറണം. എല്ലാവർക്കും സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കണം. സ്വർഗത്തിലാണ് സുഖം, നരകത്തിലാണ് ദുഃഖം. എന്തുകൊണ്ട്? ഇത് വികാരി ലോകമാണ്. അത് നിർവികാരി ലോകമായിരുന്നു. ഇപ്പോൾ വികാരി ലോകമായി മാറിയിരിക്കുകയാണ്. പിന്നീട് ബാബ നിർവികാരിയാക്കി മാറ്റുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിലുള്ള ആർക്കും അറിയുകയില്ല. മുഖ്യമായ ഈ ചിത്രങ്ങൾ സ്ഥിരമായ സ്ഥലത്ത് വെക്കണം. ആദ്യ നമ്പറിൽ ഡൽഹിയാണ് മുഖ്യം, സെക്കൻഡിൽ ബോംബെയും, പിന്നെ കൊൽക്കത്ത. ആർക്കെങ്കിലും ഓർഡർ നൽകുകയാണെങ്കിൽ അവരത് ഷീറ്റിൽ ഉണ്ടാക്കും. ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടി ധാരാളം പേർ പോകാറുണ്ട്. കുട്ടികൾ സേവനം വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചെന്തെങ്കിലും കർത്തവ്യം ചെയ്തു കാണിക്കണം. ഈ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് അനുഭവ സമ്പത്തുണ്ടാവണം എന്നേ ഉള്ളൂ. വളരെ നല്ല ചിത്രങ്ങളാണെങ്കിൽ എല്ലാവർക്കും ദൂരെ നിന്ന് തന്നെ വായിക്കാൻ സാധിക്കും. ഗോളവും വലുതാക്കി ഉണ്ടാക്കാൻ സാധിക്കും. സുരക്ഷിതത്വത്തോടു കൂടി വെക്കണം. ആരും വന്ന് കേട് വരുത്തരുത്. യജ്ഞത്തിൽ അന്യരുടെ വിഘ്നമുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഇതൊരു പുതിയ കാര്യമാണ്. ഈ കട തുറന്നിരിക്കുകയാണ്. അവസാനം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്ന്. തീർച്ചയായും കുറവുകളുണ്ട്. ബാബ തന്നെയാണ് മംഗളകാരി. അവർക്ക് പറയാൻ സാധിക്കും ഭാരതത്തിന്റെ മംഗളം എപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന്. ഭാരതത്തെ ആരാണ് തമോ പ്രധാനമാക്കി മാറ്റിയത്, ആരാണ് സതോ പ്രധാനമാക്കി മാറ്റിയത്? ഈ ചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല. സംഗമയുഗത്തെക്കുറിച്ചും അറിയുകയില്ല. ചിന്തിക്കുന്നു ഭഗവാൻ ഓരോ യുഗത്തിലും വരുന്നുണ്ട് എന്ന്. പലരും പറയാറുണ്ട് ഭഗവാൻ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ട ആളാണ് എന്ന്. ഭാരതം പ്രാചീന സ്വർഗമായിരുന്നു. ഇതും പറയാറുണ്ട് ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുൻപ് ദേവതകളുടെ രാജ്യമായിരുന്നു. പിന്നീട് കൽപ്പത്തിന്റെ ആയുസ് വലുതാക്കി കാണിച്ചു. കുട്ടികൾ ദേഹി അഭിമാനിയായി മാറണം. ദേഹി അഭിമാനിയായി മാറാൻ വളരെയധികം പരിശ്രമിക്കണം. പകുതി കൽപ്പം സത്യുഗത്തിലും ത്രേതായുഗത്തിലും നിങ്ങൾ ദേഹി അഭിമാനികളായിരുന്നു. പക്ഷെ പരമാത്മ അഭിമാനികൾ ആയിരുന്നില്ല. ഇവിടെ നിങ്ങൾ വീണ്ടും ദേഹാഭിമാനികളായി പോയി. വീണ്ടും ദേഹി അഭിമാനിയായി മാറണം. യാത്ര എന്ന വാക്കുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. മന്മനാ ഭവയുടെ അർത്ഥം ആത്മീയ യാത്ര എന്നാണ്. അല്ലയോ ആത്മാക്കളെ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. കൃഷ്ണന് ഒരു പ്രകാരത്തിലുള്ള കളങ്കവും ഉണ്ടാവുകയില്ല. ഇതും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എപ്പോഴാണോ ഏണിപ്പടി ഇറങ്ങി വരുന്നത്, പകുതി കൽപ്പം കാമചിതയിലിരുന്ന് കറുത്തുപോയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കലിയുഗമാണ്. ഇവിടുത്തെ സമ്പ്രദായം കറുപ്പ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും എങ്ങനെ കറുത്ത രൂപമുണ്ടാക്കും? എന്തെല്ലാം ചിത്രങ്ങളാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം വിവേകശൂന്യമാണ്. അതിനെ തന്നെ കറുപ്പ്, പിന്നീട് വെളുപ്പ് എന്ന് പറയുക. ഇതെങ്ങനെ ശരിയാകും? ഇവരെ തന്നെയാണ് അന്ധവിശ്വാസത്തോടുകൂടി പാവപൂജ ചെയ്യുന്നവർ എന്ന് പറയുന്നത്.
പാവകളുടെ പേരും രൂപവും കർത്തവ്യവും ഒന്നും തന്നെ അറിയുന്നില്ല. അതിനാലാണ് ബാബ പറയുന്നത്, മുഖ്യമായും പ്രദർശനിയിലെ ചിത്രങ്ങൾ വയ്ക്കൂ. കമ്മിറ്റി വെച്ച് പ്രദർശനിക്ക് പിന്നാലെ പ്രദർശനി നടത്തിക്കൊണ്ടേ പോകൂ. ബന്ധനമുക്തമായവർ ധാരാളം പേരുണ്ടല്ലോ. കന്യകമാരെല്ലാം ബന്ധനമുക്തരാണ്. വാനപ്രസ്ഥികളും ബന്ധനമുക്തരാണ്. അതിനാൽ കുട്ടികൾക്ക് ബാബയുടെ നിർദ്ദേശം കാര്യത്തിലേക്ക് കൊണ്ടുവരണം. ഇത് ഗുപ്ത പാണ്ഡവരാണ്. ഒരാൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ബാബയും ഗുപ്തമാണ്, ജ്ഞാനവും ഗുപ്തമാണ്. അവിടെ മനുഷ്യന് ജ്ഞാനം നൽകുന്നു. ഇവിടെ പരമാത്മാവായ ബാബ ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുന്നു. എന്നാൽ അവർ ആത്മാവാണ് ജ്ഞാനം മനസ്സിലാക്കുന്നതെന്ന് അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ആത്മാവിനെ നിർലേപം എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കർമ്മങ്ങൾക്കനുസരിച്ച് പുനർജന്മം എടുക്കുന്നതും ആത്മാവാണ്. എല്ലാ പോയിന്റും ബുദ്ധിയിൽ ഇരുത്തണം. എല്ലാ സെന്ററിലും ദേഹി അഭിമാനികൾ നമ്പർ വാറാണ്. അവർ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ദേഹാഭിമാനികൾ ഒന്നും തന്നെ മനസ്സിലാക്കുകയുമില്ല, മനസ്സിലാക്കി കൊടുക്കുകയുമില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതും ദേഹാഭിമാനം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ആത്മാക്കളാണല്ലോ. ബാബ ആത്മാക്കൾക്കിരുന്നാണ് മനസ്സിലാക്കി തരുന്നത്. ബുദ്ധി തന്നെയാണ് തുറക്കേണ്ടത്. ഭാഗ്യത്തിലില്ല എങ്കിൽ തുറക്കുക തന്നെയില്ല. ബാബയാണെങ്കിൽ ഭാഗ്യമുണർത്തി തരികയാണ്. എന്നാൽ ഭാഗ്യത്തിലില്ലെങ്കിൽ പുരുഷാർത്ഥം ചെയ്യുകയില്ല. അല്ലാഹുവിനെയും സമ്പത്തിനെയും മനസ്സിലാക്കുക എന്നത് വളരെ സഹജമാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. നിങ്ങൾ ഭാരതവാസികളെല്ലാവരും ദേവീ ദേവതകളാണ്. പ്രജകളും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഈ സമയം പതീതമായിരിക്കുകയാണ്. എത്രയാണ് മനസ്സിലാക്കി തരുന്നത്? സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ പറയുകയാണ്, ഞാനാണ് നിങ്ങളെ ദേവതയാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായി മാറിയിരിക്കുകയാണ്? ഇത് ഘോര നരകമാണ്. വിഷയവൈതരണി നദിയിൽ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഒരുപോലെയായി തീർന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ മനുഷ്യരാണ് ഒന്നുകൂടി അധപതിച്ചിരിക്കുന്നത്. മനുഷ്യരിൽ ക്രോധം തന്നെ എത്രയാണ്! ലക്ഷങ്ങളെയാണ് കൊല്ലുന്നത്. ഭാരതത്തെ ആരാണോ വേശ്യാലയമാക്കി മാറ്റിയത്, അതിനെ ശിവാലയമാക്കുന്നത് ശിവബാബ തന്നെയാണ്. ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ ചെയ്യൂ എന്ന് മനസ്സിലാക്കി തരികയാണ്. ചിത്രങ്ങൾ ഉണ്ടാക്കൂ. പിന്നീട് ആരാണോ വലിയവർ അവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. ഈ പ്രാചീന യോഗം, പ്രാചീന ജ്ഞാനം എല്ലാവർക്കും കേൾപ്പിക്കണം. ഹാൾ എടുത്ത് പ്രദർശനി വെക്കണം. അവരിൽ നിന്ന് പൈസയൊന്നും വാങ്ങേണ്ടതില്ല. പിന്നീടവർ നല്ലതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വാടക ചോദിച്ചോളൂ. ചിത്രങ്ങൾ അങ്ങ് കാണൂ. ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് പൈസ തിരിച്ചു തരും. കേവലം യുക്തിയോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾക്ക് അതോറിറ്റി തന്നെ ഉണ്ടല്ലോ. ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കും. അവരൊരൽപ്പം പോലും മനസ്സിലാക്കുന്നില്ല. വിനാശകാലേ വിപരീത ബുദ്ധി വിനാശം തന്നെ പ്രാപ്തമാക്കും. പാണ്ഡവർ തന്നെയാണ് ഭാവിയിൽ പദവി നേടുന്നത്. പിന്നീട് രാജ്യവും ഭാവിയിൽ നേടുന്നതായിരിക്കും. ഇപ്പോൾ ഒരൽപ്പം പോലും ഇല്ല. ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു പോകും. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ പ്രദർശനിയും വെക്കണം. വളരെ നല്ല രീതിയിൽ കാർഡിൽ ക്ഷണപത്രിക നൽകണം. നിങ്ങൾ ആദ്യം മുതിർന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. അപ്പോൾ സഹായം ലഭിക്കും. ബാക്കി ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. പല കുട്ടികളും ദേഹാഭിമാനത്തിൽ ഉറങ്ങുകയാണ്. കമ്മിറ്റിയെല്ലാം തയ്യാറാക്കി പാൽക്കടലായിരുന്ന് പ്ലാനുകൾ തയ്യാറാക്കണം.
ബാക്കി മുരളി പഠിക്കുന്നേയില്ലെങ്കിൽ എങ്ങനെ ധാരണയുണ്ടാകും? ഇതിൽ ശ്രദ്ധയില്ലാതിരിക്കുന്നവരായി ധാരാളം പേരുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേഹി അഭിമാനിയായി മാറി സേവനത്തിനുള്ള വിഭിന്ന യുക്തികൾ കണ്ടെത്തണം. പരസ്പരം പാൽക്കടലായിരുന്ന് സേവനം ചെയ്യണം. എങ്ങനെയാണോ ബാബ മംഗളകാരി, അതുപോലെ മംഗളകാരിയായി മാറണം. 2. പ്രീതബുദ്ധിയായി മാറി മറ്റെല്ലാ സംഘത്തെയും വിട്ട് ഒരു സംഘവുമായി ചേരണം. കൽപ്പകൽപ്പത്തേക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു അകർമ്മവും ചെയ്യരുത്. വരദാനം: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ നഷ്ടമോഹ സ്മൃതി സ്വരൂപരായി മാറുന്ന അചഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കട്ടെ. ആര് സദാ പരിധിയില്ലാത്ത വൃത്തിയിലിരിക്കുന്നുവോ അവർ ഒരിക്കലും ഒരു ദൃശ്യവും കണ്ട് പരിഭ്രമിക്കുകയോ ചഞ്ചലപ്പെടുകയോ ചെയ്യില്ല. സദാ അചഞ്ചലരും ദൃഢതയുള്ളവരുമായി ഇരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ നഷ്ടമോഹ സ്മൃതി സ്വരൂപരായി മാറുന്നു. അഥവാ അല്പം എന്തെങ്കിലും കണ്ട് അംശം പോലും ചഞ്ചലത ഉണ്ടാകുകയോ മോഹമുണ്ടാവുകയോ ആണെങ്കിൽ അംഗത്തിന് സമാനം അചഞ്ചലരും ദൃഢതയുള്ളവരുമാണെന്ന് പറയില്ല. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിൽ ഗാംഭീര്യത്തോടൊപ്പം രമണീകതയും അടങ്ങിയിട്ടുണ്ട്. സ്ലോഗൻ: രാജ്യാധികാരിയാകുന്നതിനോടൊപ്പം പരിധിയില്ലാത്ത വൈരാഗിയായി ഇരിക്കുക. ഇതുതന്നെയാണ് രാജഋഷിയുടെ അടയാളങ്ങൾ. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യം. ടൈറ്റിൽ: ആത്മാവൊരിക്കലും പരമാത്മാവിന്റെ അംശമാകില്ല. പലരും ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ പരമാത്മാവിന്റെ അംശമാണ് എന്ന്. അംശമെന്ന് പറയുന്നത് കഷ്ണത്തെയാണ്. ഒരു ഭാഗത്ത് പറയുന്നു പരമാത്മാവ് അനാദിയും അവിനാശിയുമാണ്. അപ്പോൾ അവിനാശിയായ പരമാത്മാവിനെ എങ്ങനെയാണ് കഷ്ണമാക്കി മാറ്റുന്നത്? പരമാത്മാവിനെ എങ്ങനെ മുറിക്കാൻ പറ്റും? ആത്മാവ് അമരനും അവിനാശിയുമാണെങ്കിൽ ആത്മാവിന്റെ സൃഷ്ടികർത്താവും അമരനാകുമല്ലോ. അമരനായ പരമാത്മാവിനെ കണകണങ്ങളിലേക്ക് കൊണ്ടുവന്ന് അർത്ഥം പരമാത്മാവിനെയും വിനാശിയാക്കി എന്നതാണ്. പക്ഷെ നമുക്കറിയാം ആത്മാവ് പരമാത്മാ സന്താനമാണ്. അപ്പോൾ നമ്മൾ ബാബയുടെ വംശത്തിലേതാണ്, അതായത് ബാബയുടെ കുട്ടികളാണ്. പിന്നെ എങ്ങനെയാണ് അംശമായി മാറുന്നത്? അതിനാൽ പരമാത്മാവിന്റെ മഹാവാക്യമുണ്ട്, കുട്ടികളെ, ഞാൻ സ്വയം അവിനാശിയാണ്, തെളിഞ്ഞിരിക്കുന്ന ജ്യോതിയാണ്, ഞാൻ ദീപമാണ്, ഞാൻ ഒരിക്കലും അണയുകയില്ല. പക്ഷേ മനുഷ്യ ആത്മാക്കളുടെ ദീപം തെളിയുന്നുമുണ്ട്, അണയുന്നുമുണ്ട്. അവരെയെല്ലാം ഉണർത്തുന്നത് ഞാനാണ്. പ്രകാശവും ശക്തിയും നൽകുന്നത് ഞാനാണ്. ബാക്കി ഇത് ശരിയാണ്, ആത്മാവാകുന്ന പ്രകാശത്തിലും പരമാത്മാവാകുന്ന പ്രകാശത്തിലും വ്യത്യാസമുണ്ട്. ഏതുപോലെ എന്നാൽ കൂടുതൽ ശക്തിയുള്ള ബൾബുമുണ്ട്, ചിലതിന് ശക്തി കുറവുമായിരിക്കും. അതുപോലെ ചില ആത്മാക്കൾ ശക്തി കൂടിയവരുമാണ്, ചിലർ ശക്തി ഇല്ലാത്തവരുമാണ്. എന്നാൽ പരമാത്മാവിന്റെ ശക്തി ആരിൽ നിന്നും കുറവോ കൂടുതലോ അല്ല. അതുകൊണ്ടാണ് പരമാത്മാവെന്ന് പറയുന്നത്. സർവാത്മാക്കളിലും വെച്ച് ശക്തി കൂടുതലായതുകൊണ്ടാണ് പരമാത്മാവിനെ സർവശക്തിവാൻ എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ അന്തിമത്തിൽ വരുന്നു. അഥവാ ആരെങ്കിലും മനസ്സിലാക്കുകയാണ് പരമാത്മാവ് ഇടയിലാണ് വരുന്നത്, അതായത് ഓരോ യുഗങ്ങളിലും വരുന്നുവെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ സർവരിൽ നിന്നും എങ്ങനെ ശ്രേഷ്ഠമാകും?
അഥവാ പരമാത്മാവ് ഓരോ യുഗങ്ങളിലും വരുന്നുണ്ടെങ്കിൽ തന്റെ ശക്തി വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? സർവശക്തിവാന്റെ ശക്തി ഇത്രയേ ഉള്ളോ? ഇടയിൽ വന്ന് തന്റെ ശക്തിയിലൂടെ സർവർക്കും ശക്തിയും സദ്ഗതിയും നൽകിയെങ്കിൽ ആ ശക്തി നിലനിൽക്കണമല്ലോ. പിന്നെ ദുർഗതിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതിലൂടെ അറിയാം, ഓരോ യുഗങ്ങളിലും പരമാത്മാവ് വരുന്നില്ല. കൽപ്പത്തിന്റെ അന്തിമ സമയത്ത് ഒരേ ഒരു പ്രാവശ്യം തന്റെ ശക്തിയിലൂടെ സർവർക്കും സദ്ഗതി നൽകും. ഇത്രയും ഉയർന്ന സേവനം ചെയ്തതുകൊണ്ടാണ് ഓർമ്മചിഹ്നമായി വലിയ ശിവലിംഗം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത്രയും പൂജിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദ സ്വരൂപമാണ്. ഓം ശാന്തി. അവ്യക്ത സൂചന: നിശ്ചയത്തിന്റെ അടിത്തറ ശക്തിശാലിയാക്കി സദാ നിർഭയരും നിശ്ചിന്തരുമായിരിക്കൂ. വ്യർത്ഥ സങ്കല്പമോ സംശയത്തിന്റെ മാർജിനോ ഉണ്ടെങ്കിലും സമർത്ഥ സങ്കല്പം നടക്കണം. അതായത് ബാബ സദാ രക്ഷകനാണ്, മംഗളകാരിയാണ്. ഈ നിശ്ചയത്തിന്റെ വിജയം തീർച്ചയായും ഉണ്ടാകും. അതിനാൽ ചോദ്യചിഹ്നത്തിന്റെ വളഞ്ഞ വഴി സ്വീകരിക്കാതെ സദാ മംഗളത്തിന്റെ ബിന്ദുവിടൂ. ഫുൾ സ്റ്റോപ്പ്. ഈ വിധിയിലൂടെ ഓരോ കാര്യവും സഹജമാകും, സിദ്ധിയും പ്രാപ്തമാകും. ഓം ശാന്തി.